ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പസ്തോല പ്രവൃത്തി വായിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളും ഇന്ന് നമ്മുടെ പാരമ്പര്യങ്ങളും പ്രവർത്തനങ്ങളും ഒന്ന് വിശകലനം ചെയ്തു പോകുന്ന ഒരു സെഗ്മെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം 32 മുതൽ വാക്യങ്ങളാണ്. 31 വരെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. 32 മുതൽ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിഷയം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായി അവർ കരുതിയിരുന്നു. ശ്രദ്ധിക്കണേ, ആദിമസഭയുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥ സഭ, യഥാർത്ഥ ആത്മീയ കൂട്ടായ്മ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മയെക്കുറിച്ച് ഇവിടെ വചനം പറയുകയാണ്. അത് ഒരു ഹൃദയവും ഒരാത്മാവുമായിരിക്കും. പല ഹൃദയവും പല ആത്മാവുമായിരിക്കത്തില്ല. ഒരു ഏകീകരണം ഉണ്ടാകും. പ്രബോധനങ്ങളിൽ, ദൈവവചനത്തിൽ, പഠനത്തിൽ, വിശ്വാസത്തിൽ, എല്ലാ കാര്യത്തിലും ഒരേ ആത്മാവായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന എന്താ അവസ്ഥ? നേരെ തിരിച്ച, പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന, പരസ്പരം വിഭാഗീയ ചിന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മകളാണ് നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ദൈവസഭ, വിശ്വാസികളുടെ കൂട്ടായ്മ, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായി കരുതി. അവർക്ക് പരസ്പരം ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരേ ആത്മാവ് അവരെ നയിച്ചിരുന്നു. ഒരേ ആത്മാവിൻ്റെ ശക്തിയിലാണ് അവർ മുന്നോട്ട് പോയത്. പ്രാർത്ഥനയിൽ ഒരേ രീതിയായിരുന്നു. ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് അത് ഇല്ലാതെ വന്നത് പലപ്പോഴും അവകാശങ്ങളെ സ്ഥാപിക്കാൻ, അധികാരങ്ങളെ സ്ഥാപിക്കാൻ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൂടെ വലിയ വിഘടനങ്ങൾ കടന്നു വന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ വലിയ പ്രതിസന്ധികൾ വന്നു. സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പം അവർ ഒരേ ആത്മാവായിരുന്നു. സഭയ്ക്ക് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരേ ആത്മാവായിരുന്നു. ഒറ്റ ആത്മാവിൽ അവർ മുന്നോട്ട് പോയി. എല്ലാ പ്രശ്നങ്ങളെയും അവർ ഒരുമിച്ച് നേരിട്ടു. ഒരേ ആത്മാവിൽ മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൂടെ എഫേസസ് സുനോദോസ് തുടങ്ങി വിഭജനങ്ങൾ സംഭവിച്ചു. 7-ാം നൂറ്റാണ്ടോടുകൂടി അത് പൂർണ്ണമായി വിഭജിക്കപ്പെട്ടു. ഇന്ന് പല സ്ഥലങ്ങളിൽ പലവിധ സഭകൾ, പലവിധ പ്രബോധനങ്ങൾ, പല ആത്മാവിലായി മുന്നോട്ട് പോകുക. പക്ഷേ ഈ വിസിബിളായിട്ടുള്ള ഈ സഭയെ നമ്മൾ കാണുമ്പോൾ തന്നെ, സഭയുടെ, ദൈവസഭയുടെ, സമൂഹത്തിൻ്റെ വിസിബിൾ ബോഡിയിൽ ഈ വിഘടനങ്ങൾ, വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന പ്രത്യേകതകൾ, പലവിധ പ്രബോധനങ്ങൾ ഉണ്ടാകാം, പല ആത്മാവിലുള്ള രീതികളുണ്ടാകാം, പ്രാർത്ഥനാ രീതികളുണ്ടാകാം. പക്ഷേ ആത്മീയ സഭ, ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ബോഡിയുണ്ട്, ക്രിസ്തുവിൻ്റെ ഇൻവിസിബിൾ ചേർച്ച്, ഇത് ഒരേ ആത്മാവിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂട്ടം ഒരേ ആത്മാവിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരേ ആത്മാവിലായിരിക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയും. സഹോദരങ്ങളെ ഒന്നായി കാണാൻ കഴിയും. ഒരേ തരത്തിൽ, ഒരേ രീതിയിൽ. ഒരുപക്ഷെ അവരുടെ പഠനങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകാം, അവരുടെ രീതികളിൽ വ്യത്യസ്തത ഉണ്ടാകാം, വസ്ത്രധാരണങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകാം, എല്ലാ കാര്യത്തിലും വ്യത്യസ്തത ഉണ്ടാകാം. പക്ഷേ പരസ്പരം അവർക്കൊരു സ്നേഹമുണ്ടാകാം, അവർക്കൊരു ഒരുമയുണ്ടാകാം, ഒരു സ്നേഹം, ഒരു കരുതലുണ്ടാകും. അതിന് യാതൊരുവിധ മാറ്റം ഉണ്ടാകത്തില്ല. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ആരും ഉണ്ടാകരുത്. ഇതൊരു വാഗ്ദത്തമാണ്, ഒരു വാഗ്ദാനമാണ്. ഇതാ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു വലിയ വാഗ്ദാനമാണ്. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഒരാൾ പോലും ഉണ്ടാകരുത്. ഇസ്രായേൽ ജനത്തിനിടയിൽ അവർ പരസ്പരം സഹായിക്കുകയും കരുതുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ആത്മീയ സഭയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം, ഒരു ആത്മാവ്, അതുപോലെ തന്നെ അവരുടെ വസ്തുവകകൾ സ്വന്തമെന്ന് അവകാശപ്പെടാതെ എല്ലാം പൊതുവായി കരുതപ്പെടുന്ന ഒരവസ്ഥ. ഇങ്ങനൊരു അവസ്ഥ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വീണ്ടും പ്രവചനങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഇത് ആദിമസഭ അങ്ങനെ ആയിരുന്നു. പരസ്പരം കരുതുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കരുതുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു ആദിമസഭയിലുണ്ടായിരുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ അതിൻ്റെ 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയപ്പോൾ, നിങ്ങൾ ദരിദ്രരാരും ഉണ്ടാകരുത്. ആരെങ്കിലും ഒരുവൻ ദരിദ്രരാണെങ്കിൽ അവൻ്റെ സഹോദരൻ അവൻ പണയപ്പെട്ട വസ്തു വീണ്ടെടുക്കണം, വീണ്ടെടുപ്പിൻ്റെ വില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഇതാ യേശു നമ്മളെ വീണ്ടെടുത്തപ്പം, യേശുവിൻ്റെ ആത്മാവ് നമ്മളെ ആത്മീയമായി വീണ്ടെടുത്ത് കഴിഞ്ഞപ്പം, അവരുടെ രക്തം മറുവിലയായി കൊടുത്തപ്പം, മറ്റുള്ളവൻ നഷ്ടപ്പെടുമ്പോൾ, മറ്റുള്ളവൻ ആത്മീയ കാര്യങ്ങളിൽ അവൻ തകർന്നു പോകുമ്പം, വിശ്വാസത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകുമ്പോൾ അവരെക്കുറിച്ചൊരു ആകുലതയുണ്ട് സഭയ്ക്ക്. അവരെക്കുറിച്ചൊരു ആകുലത ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിന്. നമ്മുടെ ചുറ്റുപാടുകൾ ദൈവവചനത്തിൽ നശിച്ചു പോകുമ്പോൾ എത്ര പേർക്കുണ്ട് ഈ വേദന? സുവിശേഷത്തിൽ നിന്നും
വ്യർത്ഥമായ പാരമ്പര്യങ്ങളിലേക്ക്, വ്യർത്ഥമായ തെറ്റുകളിലേക്ക്, ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് പോയി പോകുമ്പോൾ ആർക്കായി വേദനയുള്ളത്? നമ്മൾ ഒന്നാണ്, ഒരേ ആത്മാവിലാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേദന ഉണ്ടാകും. അവർ വിളിച്ചു പറയും, അല്ലയോ സഹോദര, നീ പോകുന്ന തെറ്റായ മാർഗത്തിലാണ്, നീ പോകുന്ന രീതി ശരിയല്ല, ഇത് ദൈവവചന വിരുദ്ധമാണ്. കാരണം ഒരേ ആത്മാവ്, സഹോദരങ്ങളോട് സ്നേഹമുണ്ടാകും. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വിലയായ അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, തങ്ങളുടെ സഹോദരങ്ങൾ നശിച്ചു പോകുമ്പം, വഴിതെറ്റിപ്പോകുമ്പം അവരെ വീണ്ടെടുത്ത, അല്ലെങ്കിൽ അന്ന് പഴയ നിയമം അത് ശാരീരികമായ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ ശാരീരിക നിയമങ്ങളിൽ ഏതെങ്കിലും ഒരു ഇസ്രായേൽ സമൂഹത്തിലെ 12 ഗോത്രത്തിലെ ഏതെങ്കിലും ഒരുവൻ തങ്ങളുടെ ഗോത്രങ്ങളിൽ കടമായി ബാധ്യതയായ അവൻ്റെ വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പം അതിനെ വീണ്ടെടുക്കുവാൻ അവൻ സ്വന്തം പണം കൊടുത്ത് അതിനെ വീണ്ടെടുത്ത് അവൻ്റെ ഗോത്രത്തിലുള്ളവന് തിരിച്ചു കൊടുക്കും. ഈ രീതിയെക്കുറിച്ച് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രരാരും ഉണ്ടാകരുത് എന്നെല്ലാം അവിടെ പറയുമ്പം അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒഴുകുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുത്. ദൈവത്തിന് ആരെക്കുറിച്ചാണ് ചിന്ത? കാളയെക്കുറിച്ചാണോ? അല്ല, ഇത് മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സുവിശേഷം പ്രസംഗിക്കുന്നവൻ അതുമൂലം ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് നല്ല വശം കൊടുക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് വ്യക്തമായിട്ട് ഇതും ദൈവസഭയെക്കുറിച്ച്, സഭയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ കാളയെക്കുറിച്ചല്ല ദൈവം എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുക. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഭൗതികമായി നമ്മൾ കാണുമ്പം അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആത്മീയ വശങ്ങളെ അറിയണം, ആത്മീയ വശങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് പൗലോസ് പറയുക, ഞാൻ എൻ്റെ സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഭാരമാകുന്നില്ല, ഞാൻ നിങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ പണം ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ പണം കൊണ്ടല്ല ഞാൻ എൻ്റെ വേല മുന്നോട്ട് പോകുന്നത്, ഞാൻ കൂടാരപ്പണി ചെയ്ത് സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ചു. നെറ്റിയിൽ വിയർക്കാത്തവൻ അപ്പം ഭക്ഷിക്കാതിരിക്കട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അത് തന്നെയാണ് എല്ലാ സുവിശേഷകർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് ഞങ്ങൾക്കും, എന്നെ സംബന്ധിച്ച് എന്നെ ക്രിസ്തുവിൽ നടത്തുന്ന, ദൈവത്തെ അറിയുവാൻ ദൈവം ഈ ഭൂമിയിൽ ഇടയാക്കിയ പ്രിയപ്പെട്ട ഷിബു ബ്രദർ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ചോണം. ജോലി ചെയ്യാത്തവൻ സുവിശേഷ വേലയ്ക്ക് ഇങ്ങോട്ട് വരണ്ട. ഇതൊരു കള്ളപ്പണിയായി എടുക്കാൻ പറ്റത്തില്ല. അതായത് സുവിശേഷ വേല ചെയ്ത് അതിൽ നിന്ന് ഉപജീവനം അർഹിക്കുന്നത്, അതിൽ നിന്ന് ഉപജീവനമാർഗം കണ്ടെത്തുന്നത് തെറ്റായിട്ടല്ല സുവിശേഷം പറയുന്നത്, അത് അങ്ങനെ ചെയ്യാൻ തന്നെ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം ഈ പറയുന്ന കാര്യങ്ങളെക്കാൾ അതിനോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രബോധനം, അതായത് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, സ്വന്തം അധ്വാനം കൊണ്ട് നീ ജീവിച്ചോണം. അല്ലാതെ ഇതൊരു കള്ളപ്പണി, ഇതൊരു സുവിശേഷ വേല നിന്റെ വരുമാന മാർഗത്തിനൊരു രഹസ്യ മാർഗമായി നീ വെക്കരുത്, പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായി നീ എടുക്കരുത്. അത് വ്യക്തമായി ഞങ്ങൾക്ക് ഒരു അനുഭവ പാഠത്തിലൂടെ തന്നെ ബ്രദർ ഞങ്ങളെ പഠിപ്പിക്കുകയും പലപ്പോഴും ഞങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രബോധനത്തിൽ നിന്നാണ് എന്ന് വ്യക്തമായി എടുത്ത് ആ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അത് ബ്രദറിൻ്റെ ഉപദേശമായിട്ടല്ല, പകരം ദൈവിക ഉപദേശം അപ്പസ്തോലന്മാരുള്ളിൽ ലഭിച്ചത് അത് ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം ഇതാണ് യഥാർത്ഥ ശരിയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 4:33 അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധിയായി ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവർ പ്രസംഗിച്ചു. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ പ്രസംഗ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു. നമ്മൾ ആലോചിച്ച് നോക്കുക, സദുക്കായരെ സംബന്ധിച്ചിടത്തോളം പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരായിരുന്നു. ഇനി യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നിയമജ്ഞർക്കോ ഫരിസേയർക്കോ പുരോഹിത പ്രമുഖന്മാർക്കോ യഹൂദ സമൂഹത്തിന് ഒരു വ്യക്തിക്ക് പോലും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അതിനെ ചെവിക്കൊള്ളാനോ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അവരുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ആര് അവരെ എതിർക്കുമോ, ആരവരെ കൊല്ലാൻ വിധിക്കുമോ, ആരവർക്കെതിരെ ശക്തമായി തിരിയുമോ, ആ വിഷയമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് കൃപ അവരുടെ മേൽ ചൊരിഞ്ഞു എന്നാണ് വചനോടെ പറയുന്നത്. ബാക്കി എന്തും പറയാം. യേശു പറഞ്ഞ പ്രബോധനങ്ങൾ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, സ്നേഹമാണ് യേശു പഠിപ്പിച്ചത്, അത് വേണമെങ്കിൽ പറയാം. ഇനി യേശു എടുത്തു വെച്ച അനേക ഉപദേശ രീതികളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നുമല്ല. അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഉദ്ധാനം ചെയ്ത ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രഘോഷണം. അതായത് കേൾവിക്കാർക്ക് ഇമ്പം ഉണ്ടാക്കുന്നതല്ല, പകരം വിശ്വാസത്തിലേക്ക് ഒരുവൻ വരണമെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തു, നിങ്ങൾ മൂലക്കല്ലായിരുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
ഇന്ന് നമ്മുടെ പ്രസംഗങ്ങൾ എങ്ങനെ, നമ്മുടെ സുവിശേഷ വേല എന്താണ്? മറ്റുള്ളവർക്ക് എതിർപ്പുണ്ടാക്കുന്നതാണോ? അതെയോ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ സുഖത്തിന്, അവരുടെ സന്തോഷത്തിന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രം പറയുന്നതാണോ സുവിശേഷ വേല? ഒരിക്കലുമല്ല. കാരണം യഥാർത്ഥ സത്യസുവിശേഷ വേല എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരെ മുറിവുണ്ടാക്കും, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന അവസ്ഥ. അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പം സ്വാഭാവികമായും മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക് നയിക്കപ്പെടേണ്ട അതാണ് യഥാർത്ഥ സുവിശേഷ വേല. കാരണം പുനരുദ്ധാനമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ക്രൂശിച്ചു എന്ന ക്രിസ്തുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവരെടുത്തത്. അവിടെ വചനം പറയുകയാണ്, അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരും ആ സാക്ഷ്യം നൽകിയപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന മാറ്റം, അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധിയായി ഉണ്ടായി. കൃപാവരം ചൊരിയപ്പെട്ടു. കൃപയ്ക്ക് മേൽ കൃപ അവരുടെ മേൽ വളർന്നു. കാരണം അവരുടെ പ്രഘോഷണങ്ങൾ, സുവിശേഷം അത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ആയിരുന്നു എന്ന് അവിടെ വചനം പറയുക. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവ എത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. നമ്മൾ ആ വിഷയം പറഞ്ഞു പോയതാണ്. അത് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർന്നബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചവനും, ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്, സൈപ്രസ് സ്വദേശിയും ലേവ്യനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അപ്പസ്തോലന്മാർ ഒരിക്കലും ആരോടും പറഞ്ഞില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പണം മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം, നിങ്ങൾ സ്ഥലം മുഴുവൻ വിൽക്കണം, ഈ പണത്തിൻ്റെ മുഴുവൻ തുകയും ഇവിടെ എത്തണമെന്ന് അപ്പസ്തോലന്മാർ ആരോടും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള എംപറർ എമ്മാനുവൽ എന്ന് പറയുന്ന മുരിയാടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവർ പ്രചോദിപ്പിക്കുന്നത്, പ്രബോധനം നടത്തുന്നത്, ഇതാ കർത്താവിൻ്റെ രണ്ടാം വരവ് എത്തിക്കഴിഞ്ഞു, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു, അത് മുരിയാടാണ്, സിയോനിലാണ് ജനിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അത് ജഡത്തിൽ തന്നെ ആയിരിക്കുമെന്ന് അവർ പഠിപ്പിക്കുന്നു. മാത്രമല്ല യെശയ്യാ പ്രവാചകൻ അത് വന്നു പോയെന്നാണ് പറയുന്നത്. ആ യെശയ്യാ പ്രവാചകനെ കുറിച്ച് അവർ പറയുന്നത്, അവരുടെ മുൻപ് അവരെ പഠിപ്പിച്ച ഈ പറയുന്ന പൊന്നാറ എന്ന് പറയുന്ന, ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. വീണ്ടും മറ്റ് പ്രവാചകന്മാർ മുഴുവൻ അവിടെ വന്നു, മാതാവ് വീണ്ടും അവിടെ ജനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള പ്രബോധനങ്ങളിലൂടെ പറഞ്ഞു വെച്ചിട്ട് ഇനി ആരും ജനിക്കാനില്ല, ഒരു പ്രവാചകനും ജനിക്കാനില്ല, എല്ലാവരും ജനിച്ചു കഴിഞ്ഞു. ദൈവം നിശ്ചയിച്ച എല്ലാവരും ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വിവാഹത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി ജനിക്കുന്ന എല്ലാം സാത്താൻ്റെ സന്തതികളാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും അവർ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ്, നിങ്ങളുടെ പണം മുഴുവൻ വിറ്റ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുവിൻ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുവിൻ. കാരണം നിങ്ങൾ ഒരുമിച്ചായിരിക്കണം. കർത്താവിൻ്റെ വരവ് വരുമ്പോൾ നിങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ആയിരിക്കണം. ഞാൻ അവിടേക്ക് ചെന്ന അവസ്ഥകളുണ്ട്, പല കാര്യത്തിനായിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ കാണാം നമുക്ക്, അതായത് ഈ പണ്ട് കാലത്ത് നമ്മൾ മൂന്നാറിലും ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളിൽ ഇങ്ങനെ ലയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ കെട്ടിടങ്ങൾ പണിത് താമസിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റും. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ദാരിദ്ര്യമില്ല അവരുടെ ഇടയിൽ, അവരെല്ലാം ഒന്നായി കരുതുന്നു, ഒരുമിച്ചായിരിക്കുന്നു. എന്തിൻ്റെ പ്രബോധനത്തിലാണ്? ഇവിടെ കാണുന്ന അപ്പസ്തോല പ്രവൃത്തിയിലെ ഈ ഒരു പ്രബോധനം. അവരുടെ ഇടയിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റു, പകരം അവർ പരസ്പരം പങ്കുവെച്ചു, എല്ലാവരും ഒന്നായി കരുതി എന്ന് പറയുന്ന രീതി കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. എന്നാൽ നമ്മൾ പിന്നീട് അപ്പസ്തോലന്മാരുടെ രീതി നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിയമാവർത്തന പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്ന അവരുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരുന്നില്ല, അവരെല്ലാം ഒന്നായി കരുതി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ യേശുവിൻ്റെ രണ്ടാം വരവിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ മറ്റൊന്നും, അതായത് പരസ്പരം എൻ്റേതെന്ന് പറയുന്ന യാതൊന്നും ഉണ്ടാകത്തില്ല. യേശു ക്രിസ്തു രക്ഷയുടെ പൂർത്തീകരണം നടത്തിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആകയാൽ ആ സ്വർഗീയ കാലഘട്ടത്തെക്കുറിച്ച്, യേശു രാജാവായി വാഴുന്ന ദൈവം പൂർണ്ണമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു നിഴൽ സംഭവിക്കുന്നു ആദിമസഭയിൽ. വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു നിഴൽ ഇത് ആദിമൽ സംഭവിക്കുക. അത് അങ്ങനെ തന്നെ വേണമെന്നൊരു പ്രബോധനമല്ല. കാരണം അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ സമാഹരിച്ച തുക എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന കാര്യം ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പിന്നീട് എന്ത് ചെയ്തു? മറ്റുള്ള സഭകൾക്ക് വേണ്ടി പരസ്പരം സഹായങ്ങൾ, അങ്ങനെ പിരിവെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആഴ്ചയുടെ 1-ാം ദിവസം തന്നെ അവർ കൂടി വരുമ്പോൾ മറ്റ് സഭകൾക്ക് വേണ്ടിയിട്ടുള്ള സമാഹരണം അവർ ഒരുമിച്ച് നടത്തിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട്? അവർ സ്വത്തുക്കൾ വിറ്റ് എല്ലാം ഒരുമിച്ചാക്കിയിട്ടില്ല. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ പ്രായോഗികമായ രീതിയല്ല ഇത് വരാനിരിക്കുന്ന കാര്യത്തിൻ്റെ നിഴലാണെന്നുള്ള ബോധ്യം അപ്പസ്തോലന്മാർക്ക് ലഭിച്ചതുകൊണ്ട് ഇതാരുടെയും നിർബന്ധപ്രകാരമല്ല സംഭവിക്കുന്നത്. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അനന്യയുടെയും സഫീറയുടെയും കാര്യം വരുമ്പം നമുക്ക് അതിനെ കൂടുതൽ വിശകലനമായി നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ
യാതൊരു വിധത്തിലും അതൊരു ഒരു പ്രബോധനമല്ല, നിങ്ങളെല്ലാം സ്വത്ത് വിൽക്കണമെന്നും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സംഭവമല്ല. അപ്പസ്തോലന്മാർക്ക് തോന്നി, അല്ലെങ്കിൽ അവർക്ക് ജനത്തിന് തോന്നി, അവർ ചെയ്തു, അപ്പസ്തോലന്മാരുടെ കാഴ്ചയിൽ കൊണ്ടുവച്ചു. ഇനി ഈ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ബർണാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് അദ്ദേഹത്തിൻ്റെ വയൽ വിറ്റു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽ കീഴിൽ സമർപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതിനാൽ ലേവ്യർക്ക് തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഒരു ഓഹരിയും അവകാശവുമില്ല. നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടുന്നാണ് അവരുടെ അവകാശം. ഇവിടെ വചനം പറയുകയാണ്, ലേവ്യർക്ക് പ്രത്യേക യാതൊരു അവകാശവും കൊടുക്കുന്നില്ല. പുരോഹിതന്മാർക്ക്, ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ഈ പുരോഹിതന്മാർക്ക് യാതൊരു അവകാശവും കൊടുക്കുന്നില്ല. പകരം ദൈവമാണ്, കർത്താവാണ്, യഹോവയാണ് അവരുടെ അവകാശം. ദൈവിക അവകാശത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. മറ്റൊരു അവകാശം അവർക്കില്ല. അവർക്ക് വസ്തു ഓഹരി കൊടുക്കാറില്ല. സാധാരണ അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം, ആ താമസിക്കാനുള്ള സ്ഥലം മാത്രമാണ് പുരോഹിതർക്ക് ലഭിക്കുന്നത്. മാത്രമല്ലാതെ അവർക്ക് വയലോ മറ്റ് കൃഷിയിടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. കാരണം ദൈവജനതം, ലേവി പൗരോഹിത്യം, അവർ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ജീവിക്കുകയും സകല ജനത്തിനും വേണ്ടി അവരാണ് പാപപരിഹാര ബലി അർപ്പിക്കുകയും അങ്ങനെ അവർ സമർപ്പിക്കപ്പെട്ടവരാണ് യഹോവയ്ക്ക്, ദൈവത്തിന് കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരുടെ ഓഹരി കർത്താവാണ്. അതിലൂടെ അവർ മുന്നോട്ട് പൊക്കോണം, അല്ലാതെ മറ്റൊരു കാര്യം അവർക്ക് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുക. ഇവിടെ ഈ ലേവായനായ സൈപ്രസുകാരനായ ജോസഫ് എന്ന് പറയുന്ന ബർണാബാസ് എന്ന് വിളിപ്പേരുള്ള ഈ വ്യക്തി അവൻ്റെ വയൽ വിറ്റു എന്ന് പറയുമ്പം എങ്ങനെ ആ വ്യക്തിക്ക് ഒരു വയലുണ്ടായി? കാരണം ലേവ്യർക്ക് സ്വത്തില്ല. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പം ലേവ്യർ അവരുടെ രീതികൾ മാറ്റിക്കഴിഞ്ഞു. കാരണം പ്രവാസത്തിലേക്ക് പോയി തിരിച്ചു വന്ന ലേവ്യർ പലരും സ്വത്തുക്കൾ അവകാശമാക്കുന്ന രീതിയാണ് പിന്നീട് കാണുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഈ പറയുന്ന 12 ഗോത്രങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ അവർക്ക് സ്വന്തമായ സ്വത്ത് ഒരിക്കലും ലേവ്യർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വന്നപ്പം, യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പം ലേവ്യർ അല്ലെങ്കിൽ പുരോഹിത പ്രമുഖന്മാർ ഇവരെല്ലാം സ്വത്ത് സമ്പാദിക്കുന്നവരുടെ പണസമ്പാദനത്തിന് വേണ്ടി ഇത്തരം രീതികളെ, സുവിശേഷ വേല അല്ലെങ്കിൽ ദൈവവേല, ഈ പറയുന്ന പാപപരിഹാര ബലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടന്നു വന്നു. നമുക്കവിടെ കാണാൻ പറ്റും, ദേവാലയത്തിലെ കച്ചവടം ചെയ്യുന്നവരെ കാണാൻ പറ്റും. പ്രധാന പുരോഹിതന്മാരുടെ ശിഷ്യന്മാരാണ് അവിടെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ, നാണയം മാറ്റക്കാർ, ആടുകളെ വിൽക്കുന്നവർ, മാടുകളെ വിൽക്കുന്നവരെല്ലാം ഈ പ്രധാനപ്പെട്ട പുരോഹിതന്മാരുടെ അവർ നിയമിച്ച ആളുകളാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആലയത്തെ കച്ചവട സ്ഥാനമാക്കി മാറ്റി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സംഭവങ്ങളിലേക്ക് കാലഘട്ടം മാറിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പം ഇതാ ലേവ്യന് കുത്തുകൊണ്ടു. അവൻ്റെ ഹൃദയത്തിൽ വലിയ നൊമ്പരമുണ്ടായി. അവന് മനസ്സിലായി, യഹോവയാണ് ഞങ്ങളുടെ അവകാശം, ദൈവമാണ് ഞങ്ങളുടെ അധികാരം. അതുകൊണ്ടാണ് അനേകർ ചെയ്ത പ്രവൃത്തി, ഒരുപാട് പേര് ഈ കാര്യം ചെയ്തു. നമുക്കവിടെ വചനത്തിൽ 2-3 വ്യക്തികളുടെ പേര് മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളൂ. ഒന്ന്, ഈ പറയുന്ന സംഭവം പ്രവർത്തിച്ച അവിടെ ഉണ്ടായിരുന്ന അനന്യാസിനെ കുറിച്ചും സഫീറയെ കുറിച്ചും നമുക്ക് കാണാൻ പറ്റും. പേരെഴുതി കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. എന്നാൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ അവസാനം സൈപ്രസ് സ്വദേശിയായ ലേവ്യനായ ജോസഫിൻ്റെ പേര് എഴുതാനുള്ളൊരു കാരണം, അനേകർ ഇത് ചെയ്തു, പക്ഷെ ചെയ്തതിൽ ഈ ജോസഫ് എന്തുകൊണ്ട് പ്രത്യേകത ഉള്ളവനായി? ഇത് ലേവ്യനായതുകൊണ്ടും ആ ലേവ്യർ അവരുടെ രീതിയിൽ നിന്ന് മാറ്റം വന്നു. കാരണം കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ വലിയ മാനസാന്തരമുണ്ടായി, വലിയ പരിവർത്തനമുണ്ടായി. യഹോവയാണ് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ അധികാരം, ഞങ്ങളുടെ അവകാശമെന്ന ബോധ്യം പഴയ നിയമത്തിൽ, നിയമാവർത്തന പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൽ, അതിനാൽ മറ്റ് ദേശക്കാർക്ക്, മറ്റ് ഗോത്രക്കാർക്ക്, ഈ ദാവീദിൻ്റെ ഗോത്രക്കാർക്ക് തുടങ്ങി എല്ലാ ഗോത്രക്കാർക്കും, യൂദായുടെ ഗോത്രത്തിനും മറ്റ് എല്ലാ ഗോത്രത്തിനും അവകാശങ്ങൾ കൊടുത്തപ്പോൾ ആർക്ക് അവകാശം കൊടുത്തില്ല? ജോഷുവ അവകാശം കൊടുക്കുമ്പം ആർക്ക് കൊടുക്കരുത്? ലേവ്യർക്കൊരു അവകാശവുമില്ല. കാരണം യഹോവയാണ് അവരുടെ സ്വത്ത് എന്ന ബോധ്യം, ദൈവമാണ് നമ്മുടെ സ്വത്ത്, നമ്മുടെ അവകാശം, നമ്മുടെ അധികാരങ്ങൾ എന്ന ബോധ്യം അവർക്ക് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ആ ബോധ്യം ആർക്ക് ലഭിച്ചു? ജോസഫ് എന്ന ഈ പറയുന്ന ലേവ്യനായ, ഈ ബർണാബാസ് എന്ന് വിളിക്കപ്പെടുന്ന സൈപ്രസുകാരനായ വ്യക്തിക്ക് ആ ബോധ്യം ലഭിച്ചു. അവൻ തൻ്റെ വയൽ വിറ്റു. ആ പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പസ്തോലന്മാർ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇതാ, ഇന്ന് നമുക്ക് ഈ ബോധ്യമുണ്ടാകണം. ദൈവമാണ് നമ്മുടെ അവകാശം, ദൈവമാണ് നമ്മുടെ സകല അധികാരവും, കർത്താവ് യേശുവാണ് എൻ്റെ അവകാശമെന്ന് പറയുവാൻ തക്കവണ്ണം ഒരു കൃപ നമുക്ക് ലഭിക്കണം. എത്ര പേർക്ക് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല നമ്മുടെ അവകാശം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ എല്ലാം ക്രിസ്റ്റോ സെൻട്രിക്കായി, ക്രിസ്തു കേന്ദ്രീകൃതമായി, യേശു എന്ന ഏക ലക്ഷ്യത്തിലേക്ക്, മറ്റൊന്നിലേക്ക് നമ്മുടെ കണ്ണ് പോകണ്ട. മറ്റൊന്നുമല്ല യഥാർത്ഥ സത്യം.
യഥാർത്ഥ സത്യദൈവം യേശു മാത്രമാണെന്ന ബോധ്യം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ അവകാശമായി, നമ്മുടെ അധികാരമായി, നമ്മുടെ സ്വത്തായി അവൻ മാറും. അവൻ നമ്മെ അനുഗ്രഹിക്കും. അത് യാതൊരുവിധ മാറ്റവുമില്ല. അവനിൽ ആശ്രയിക്കുന്നവൻ ആരും ഒരുവൻ പോലും ലജ്ജിതനാകാൻ എൻ്റെ ദൈവം ഇടയാക്കത്തില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപാവരങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.